യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സാറിനെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു കവചമാകാനും എനിക്ക് പറ്റും. സാറിന്റെ കള്ളങ്ങളൊക്കെ സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാറിനും വൈഗ മാഡത്തിനും ഇടയില് ഒരു തേർഡ് പാർട്ടി വേണം. അല്ലെങ്കിൽ അറിയാലോ, ഇതും കൂടി വൈഗ മാഡം അറിയും. അറിഞ്ഞാലേ അവിടെ തീരും സാറിന്റെ കഥ. എന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് കാര്യം സാധിച്ചെടുത്ത് കളയാന്നാണോ നീ വിചാരിക്കുന്നത്? നീ എന്ത് ചെന്ന് പറഞ്ഞാലും വൈഗ അങ്ങ് വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടിയാ നീ. അങ്ങനെ അങ്ങ് വിധി എഴുതല്ലേ സാർ. ഞാൻ വെറുതെ ഒന്നും ചെന്ന് പറയില്ല, തെളിവ് സഹിതം നിരത്തും. തെളിവെന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ കാലത്ത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്താണെന്നൊക്കെ ആരോപിക്കാവുന്ന വീഡിയോസാണ് എന്റെ കയ്യിലുള്ളത്. സാറും സുന്ദരിയും ചേർന്നുള്ള ചില ഇടപാടുകൾ. അതിനെയൊക്കെ ഫേക്കൊന്ന് വിധി എഴുതിയാലും ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ അതിന്റെ ആവശ്യമുള്ളൂ. ഒരു വീഡിയോ കാണിച്ചു കൊടുത്ത് ആ മനസ്സിലൊരു കരട് വീഴ്ത്തിക്കഴിഞ്ഞ വൈഗ മാഡം അതിന്റെ പുറകെ പോയിക്കോളും. മാഡം തന്നെ സത്യങ്ങൾ കണ്ടെത്തിക്കോളും. അത് വേണോ അതോ എന്റെ ആവശ്യം സാധിച്ചു തരുന്നു? നോക്കർച്ചന, നീ എത്രയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയാലും V&V ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ CEO പോസ്റ്റ് ഒന്നും നിനക്ക് തരാൻ പറ്റില്ല. CEO പോസ്റ്റ്, അതിനപ്പുറം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് താഴെ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറുമല്ല. എന്ത് വേണോന്ന് സാർ തീരുമാനിച്ചു. ഒന്നുകിൽ ഞാൻ V&V ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ CEO ആകും, അല്ലെങ്കിൽ സാർ V&Vയിലും വൈഗ മാഡത്തിന്റെ ജീവിതത്തിലും ഒന്നും അല്ലാണ്ടാകും. ഇതിപ്പോ എങ്ങനെ പ്രസന്റ് ചെയ്യും ഞാൻ? അർച്ചനയാണെങ്കിൽ പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കുക. CEO ആക്കണമെന്ന് അവളുടെ ആവശ്യം. അതിപ്പോ ഞാൻ ചെന്ന് ഇവിടെ പറഞ്ഞ വൈഗ എങ്ങനെ പ്രതികരിക്കുന്ന ഒരു രൂപവുമില്ല. എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം. അവൾക്ക് പോസ്റ്റിംഗ് ഓർഡർ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പൊല്ലാപ്പ് അവൾ ഉണ്ടാക്കി വെക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. എങ്ങനെയാ ഇതിപ്പോ ഒന്ന് അവതരിപ്പിക്കുക? നീ എന്താ കാർത്തി ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഞാൻ വന്നപ്പോ നീ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാനെന്ത് പറയാനാ? ഏയ് അതൊന്നുമല്ല, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. നിന്റെ മുഖത്ത് നീ പോലും അറിയാതെ ആ മാറ്റർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. എന്താ കാര്യം? നീ അത് പറ. വേറൊന്നുമല്ല, ഈ ചെറിയ കാര്യങ്ങളിൽ പോലും നീ വല്ലാതെ ടെൻസ്ഡ് ആവുന്നുണ്ട്. ഇനി അങ്ങോട്ട് 24 മണിക്കൂറും നിന്റെ കൂടെ തന്നെ ഇരുന്നാലോ എന്നൊരാലോചന. അത് നല്ല ഐഡിയ ആണല്ലോ. എന്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നീ ഇനി എങ്ങും പോണ്ട. പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ ആരെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചല്ലേ പറ്റൂ. ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കാന്ന് പറഞ്ഞാ അതിനിപ്പോ ആരാ ഉള്ളേ? നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളും രീതികളും ഒക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരാൾ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ
നിനക്കത് ഇഷ്ടമാവുമെന്ന എന്റെ സംശയം. നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളോ? അതാരാ? അർച്ചനയില്ലേ? അർച്ചനയെ കുറച്ചു കാലത്തേക്കെങ്കിലും CEO പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. ഈ അർച്ചന എന്ന ഓപ്ഷനിലെത്താൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒരു തവണ നീ തന്നെ അവളെ നമ്മുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതല്ലേ? അല്ല, അതുകൊണ്ട് എന്താ? ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായതുകൊണ്ട് തണുത്ത വെള്ളം കണ്ടാലും കുളിക്കാൻ നിൽക്കത്തില്ല, മര്യാദയ്ക്ക് അങ്ങ് നിന്നോളൂ. അല്ല, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ. പ്രസന്റ് സിറ്റുവേഷനില് അർച്ചനയ്ക്കൊരു പ്രത്യേക സ്നേഹം നിന്നോടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആവുമെന്ന് എനിക്കൊരു തോന്നല്. അതുകൊണ്ട് അർച്ചനയെ തന്നെ ആക്കാന്ന് ഞാൻ ആലോചിച്ചത്. ഓക്കെ, കാർത്തിയുടെ ആലോചന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അർച്ചനയെ ഡയറക്റ്റ് അങ്ങ് പിടിച്ച് CEO പോസ്റ്റിലേക്ക് ആക്കണമെന്നാ എന്റെ ആലോചന. വേണ്ട, ഉടനെ ചെയ്യണമെന്നില്ല. ഒരു പ്രൊബേഷൻ പീരീഡ് പോലെ ഒന്ന് ഏൽപ്പിച്ച് നോക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പെർമനന്റ് ആയ ഒരു പോസ്റ്റിലേക്ക് ആലോചിക്കാന്ന് പറയാം. എന്താ? മാത്രമല്ല, അതുവരെ നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യാം. ശരിയല്ലേ? പെർഫെക്റ്റ്, അത് മതി കാർത്തി. CEO ഇൻചാർജ് അത്രേ മതി. ബാക്കി നമുക്ക് തന്നെ ഡീൽ ചെയ്യാം. ഓക്കെ? ഓക്കെ ഓക്കെ, അപ്പൊ സമ്മതിച്ചു. അമ്മ ഇങ്ങനെ ചായ കൊണ്ട് കൊടുക്കുന്ന കാണുമ്പോ ഒരു പെണ്ണുകാണൽ ചടങ്ങ് പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ചായ കൊടുത്ത് കഴിഞ്ഞിട്ട്